ഹായ് എവ്രി വൺ. നമുക്ക് ഇന്ന് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പല ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ഇംഗ്ലീഷിലുണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ LDC എക്സാംസിന്, LPUP എക്സാംസിന്, ഡിഗ്രി ലെവൽ എക്സാമിന്, എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. നമുക്ക് കൺവേർഷൻ ഓഫ് സെൻറ്റൻസസും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സെൻറ്റൻസസും ചോദിക്കാറുണ്ട്. ഈ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ കൺവേർഷൻ എന്ന് പറയുന്ന കാര്യം. ഈ ഒരു ടൈപ്പ് സെൻറ്റൻസിൽ നിന്ന് മറ്റൊരു ടൈപ്പ് സെൻറ്റൻസിലോട്ട് കൺവേർട്ട് ചെയ്യാന്നൊരു കാര്യം വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് എന്ന ടോപ്പിക്കിലൂടെ പഠിക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് പഠിക്കുമ്പോൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ് ക്ലോസ്, എന്താണ് ഫ്രേസ് എന്നൊരു ഐഡിയ നമുക്ക് വേണം. എന്താണ് ക്ലോസ്, എന്താണ് ഫ്രേസ് എന്ന ഐഡിയ നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. അപ്പം എന്താണ് ക്ലോസ്, എന്താണ് ഫ്രേസ് നമുക്ക് ആദ്യം നോക്കാം. വേർഡ്സ് നമുക്കറിയാം അല്ലെ, വാക്കുകൾ. രണ്ട് അല്ലെങ്കിൽ രണ്ടിലധികം വേർഡ്സിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് വിളിക്കുക. ഫ്രേസ് എന്ന് പറഞ്ഞാൽ രണ്ട് അല്ലെങ്കിൽ അതിലധികം വേർഡ്സിനെയാണ് ഫ്രേസ് എന്ന് വിളിക്കുക. അതിന് മീനിങ് വേണമെന്നൊന്നുമില്ല, മീനിങ് ഇല്ലാതെയും നിൽക്കും, ചിലപ്പോൾ മീനിങ് ഉണ്ടാവും. ഫ്രേസിന് ചിലപ്പോൾ മീനിങ് ഉണ്ടാവും, ചിലപ്പോൾ മീനിങ് ഇല്ലാണ്ടിരിക്കും. ഒരു നിർബന്ധവും നമ്മൾ പറയുന്നത്, അതാണ് ഫ്രേസ് എന്ന് പറയാം. പിന്നുള്ളത് ക്ലോസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ക്ലോസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത്രേ ഉള്ളൂ, അതിന് കംപ്ലീറ്റ് മീനിങ് വേണമെന്നില്ല, മീനിങ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. സബ്ജക്റ്റും വെർബും കോമ്പിനേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്ലോസ് എന്ന് വിളിക്കുന്നത്. സബ്ജക്റ്റ് വെർബ് കോംബോയെ നമ്മൾ ക്ലോസ് എന്ന് വിളിക്കും. രണ്ട് അല്ലെങ്കിൽ രണ്ടിലധികം വേർഡ്സ് വരുന്നത് നമ്മൾ ഫ്രേസ് എന്ന് വിളിക്കും. ഇതില് ഈ പറയുന്ന വേർഡ്സ് ഫ്രേസസ് ആയി മാറുന്നു അല്ലെ. രണ്ടിലധികം വേർഡ്സ് വരുമ്പോൾ ഒരു വേർഡ്സിന്റെ കൂട്ടത്തിനെ ഫ്രേസ് പറയും. ഫ്രേസിന്റെ കൂട്ടി ചേർന്ന് സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ വരുന്നതിനെ ക്ലോസ് എന്ന് പറയും. ആ ക്ലോസ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് ആണ് സെന്റൻസ്. സെന്റൻസ് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ആണ്. ഒരു ലാംഗ്വേജിന്റെ ഏറ്റവും ലാർജസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റൻസ് ആണ്. പല ടൈപ്പ് സെന്റൻസ് ഉണ്ട്. അപ്പോൾ ആ സെന്റൻസ് അറിയണമെങ്കിൽ ക്ലോസ് എന്താണെന്ന് അറിയണം. സബ്ജക്റ്റും വെർബും കൂടെ കൂടിയിരിക്കുന്ന കോമ്പിനേഷനാണ് നമ്മൾ ക്ലോസ് എന്ന് വിളിക്കുക. ഫ്രേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, രണ്ട് അല്ലെങ്കിൽ രണ്ടിലധികം വേർഡ്സ് കൂടി ചേർന്നാൽ മതി, മീനിങ് വേണം നിർബന്ധമില്ല. അതിനെയാണ് നമ്മൾ ഫ്രേസുകൾ എന്ന് പറയുന്നത്. ഈ ഡിഫറൻസ് ഒന്ന് ഓർത്തിരുന്നോണം. സെന്റൻസ് എന്ന് പറഞ്ഞാൽ പക്ഷെ അങ്ങനെയല്ല. സെന്റൻസ് അത് അല്ല, ഡിഫറെന്റ് ആണ്. സെന്റൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മീനിങ് ഫുൾ ആയിരിക്കണം. അതിനൊരു കംപ്ലീറ്റ് ഐഡിയ കൊണ്ടുവരാൻ പറ്റണം അല്ലെ. അതൊരു ഐഡിയ കൊണ്ടുവരാൻ, കംപ്ലീറ്റ് ഐഡിയ കൊണ്ടുവരണം. മാത്രമല്ല അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. ഇറ്റ് മസ്റ്റ് സ്റ്റാൻഡ് അലോൺ. രണ്ടാമത്തെ കാര്യം, ഇറ്റ് മസ്റ്റ് സ്റ്റാൻഡ് അലോൺ അല്ലേ. കംപ്ലീറ്റ് ഐഡിയ കൊണ്ടുവരിക, അതുപോലെ തന്നെ ഇറ്റ് മസ്റ്റ് സ്റ്റാൻഡ് അലോൺ. ഇതാണ് സെന്റൻസിന്റെ പ്രത്യേകത. അപ്പൊ 3 കാര്യം നമ്മളോട് പഠിക്കുന്നത്. വേർഡ്സ് കൂടി ചേർന്നാൽ ഉണ്ടാകുന്നതിനെ ഫ്രേസ് എന്ന് വിളിക്കും. സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷനെ ക്ലോസ് എന്ന് വിളിക്കും. സെന്റൻസ് ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ആണ്. ഇതാണ് ഇത്രേ ഉള്ളൂ. കംപ്ലീറ്റ് ഐഡിയ ഉള്ള ഒരെണ്ണമായിരിക്കണം സെന്റൻസ്. അതുപോലെ ഇറ്റ് മസ്റ്റ് സ്റ്റാൻഡ് അലോൺ. ആരുടെ സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റണം. സെന്റൻസ് നമ്മൾ എപ്പോഴും പറയും ക്യാപിറ്റൽ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഒന്നെങ്കിൽ ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ പോയിന്റിൽ എൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിൽ എൻഡ് ചെയ്യാം. അതാണ് സെന്റൻസ്. ഇതിപ്പോ ബേസിക് കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ എല്ലാവർക്കും? ഞാൻ പറഞ്ഞ ബേസിക് കാര്യങ്ങൾ കിട്ടിയോ? ലൈവിലുള്ളവർ ഒന്ന് കമന്റ് ചെയ്തേ. ഇത്രയും കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ ബേസ് ആണ് ഞാൻ പറഞ്ഞത്. കിട്ടിയോ? കറക്റ്റ് ആണോ? മനസ്സിലായോ? കാരണം ഇത് മനസ്സിലായെങ്കിലേ നിങ്ങൾക്ക് അടുത്ത സെന്റൻസിന്റെ ടൈപ്സിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത്രയും ബേസിക് കാര്യം ഞാൻ പറഞ്ഞത്. ഒരിക്കൽ കൂടി പറഞ്ഞാണ്, ഫ്രേസുകൾ എന്ന് പറഞ്ഞാൽ വേർഡ്സിന്റെ കൂട്ടത്തിനെ ഫ്രേസ് പറയാം. രണ്ടല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വേർഡ്സ് വന്നാൽ അതിനെ ഫ്രേസ് എന്ന് വിളിക്കാം. ക്ലോസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റും വെർബും കൂടിയ കോമ്പിനേഷനെ ക്ലോസ് എന്ന് വിളിക്കാം. സെന്റൻസ് ആണ് ഏറ്റവും ലാർജസ്റ്റ് യൂണിറ്റ്. അത് ഇത്രേ ഉള്ളൂ. ഒരു കംപ്ലീറ്റ് ഐഡിയ കൊണ്ടുവരുന്നതായിരിക്കണം. അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ളതായിരിക്കണം. അതിനെയാണ് സെന്റൻസ് എന്ന് വിളിക്കുക. ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്ത് ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു എക്സ്ക്ലമേഷൻ പോയിന്റിൽ എൻഡ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ എൻഡ് ചെയ്താണ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞു വന്ന സെന്റൻസിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളോട്ട് പോകും. ഇത്രേ ഉള്ളൂ. സെന്റൻസ് എന്ന് പറഞ്ഞാൽ വേർഡ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് എക്സ്പ്രസ്സസ് ആൻ ഐഡിയ. നോക്കണേ, ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന സാധനത്തിനെ നമ്മൾ സെന്റൻസ് എന്ന് വിളിക്കുക. അത് ഒരു വേർഡ് ആണെങ്കിലും കുഴപ്പമില്ല, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണെങ്കിലും കുഴപ്പമില്ല അല്ലെ. നമ്മൾ ഒരു വേർഡിലും സെന്റൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ. നമ്മൾ പറയാറുണ്ട് ലിസൺ, ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞാൽ അതൊരു സെന്റൻസാ അല്ലെ. ഞാൻ നിങ്ങളോട് പറയാണ് ലിസൺ എന്ന് പറയുമ്പോൾ അതൊരു സെന്റൻസാ. ലിസൺ, ഫുൾ സ്റ്റോപ്പ് ഇട്ടു, ക്യാപിറ്റൽ ലെറ്റർ തുടങ്ങി
ഫുൾ സ്റ്റോപ്പിൽ അവസാനത്തെയോ? ലിസൺ. ആർ യു ഓക്കെ? ആർ യു ഓക്കെ? സെന്റൻസാ അല്ലേ? ബ്രാവോ, വി ഡിഡ് ഇറ്റ്. അതും സെന്റൻസാ. ഒരു വേർഡ് ആണെങ്കിലും ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണെങ്കിലും കുഴപ്പമില്ല, കംപ്ലീറ്റ് ഐഡിയ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സെന്റൻസ് വിളിക്കാം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്യാപിറ്റൽ ലെറ്ററിലാണ്. ഞാൻ പറഞ്ഞു, ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറ്റ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ് ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക്, അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്കിൽ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും സെന്റൻസ് എന്ന്. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇപ്പൊ പറഞ്ഞു നിർത്തിയ കാര്യമാണ്. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് താൻ. അപ്പോ ഇനി ഈ സെന്റൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ക്ലോസുകളെ പറ്റി പഠിക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്ലോസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റും വെർബും വരുന്ന കോമ്പിനേഷനാണ് ക്ലോസ് എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു അല്ലെ. സബ്ജക്റ്റും വെർബും വരുന്ന കോമ്പിനേഷനെയാണ് നമ്മൾ ക്ലോസ് എന്ന് വിളിക്കുക എന്ന് ഞാൻ പറഞ്ഞു. ക്ലോസ് തന്നെ രണ്ട് തരത്തിലുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ക്ലോസിനെ ഡിവൈഡ് ചെയ്യുന്നത് രണ്ടായിട്ടാണ്. ഒന്ന് ഡീറ്റെയിൽ നമുക്ക് ആ ക്ലോസുകളെ പഠിക്കാം. ഒന്ന് മെയിൻ ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയും. എക്സാമിന് ചോദിക്കാറുണ്ട് ഏതാണ് പ്രിൻസിപ്പൽ ക്ലോസ് ഈ സെന്റൻസിൽ, അല്ലെങ്കിൽ ഏതാണ് മെയിൻ ക്ലോസ് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ രണ്ടാമത്തേതാണ് സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ രണ്ട് തരത്തിൽ ക്ലോസ് ഉണ്ട്. ഒന്ന് മെയിൻ ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ്, രണ്ടാമത്തെ സബോർഡിനേറ്റ് ക്ലോസ്. ഇതാണ് പ്രത്യേകത. അപ്പോ ഈ മെയിൻ ക്ലോസിന്റെ പ്രത്യേകത നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോയിന്റ് നോക്കാം. എന്താണ് മെയിൻ ക്ലോസിന്റെ പ്രത്യേകത? മെയിൻ ക്ലോസിന്റെ പ്രത്യേകത അവ കംപ്ലീറ്റ് മീനിങ് ഉള്ളതാണ്. മെയിൻ ക്ലോസിന് കംപ്ലീറ്റ് മീനിങ് ഉണ്ട്. ഇൻഡിപെൻഡന്റ്, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. ഇൻഡിപെൻഡന്റ്, ആരുടെ സഹായം വേണ്ട, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. കംപ്ലീറ്റ് മീനിങ് ഉണ്ട്. അതേസമയത്ത് സബോർഡിനേറ്റ് ക്ലോസ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ. സബോർഡിനേറ്റ് ക്ലോസിന്റെ പ്രത്യേകത എന്താ? ഇൻകംപ്ലീറ്റ് മീനിങ്. കംപ്ലീറ്റ് മീനിങ് ഇല്ല, അതിപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ആ കംപ്ലീറ്റ് മീനിങ് കിട്ടണമെങ്കിൽ അതിനൊരു മെയിൻ ക്ലോസിന്റെ സഹായം വേണം. മീനിങ് കംപ്ലീറ്റ് ആവണമെങ്കിൽ മെയിൻ ക്ലോസിന്റെ സഹായം വേണം. ഇത് എഴുതി പോണേ, നിങ്ങൾ എഴുതി പൊക്കോണം. രണ്ടാമത്തെ പോയിന്റ്, ദാറ്റ് ഈസ് ഡിപ്പെൻഡന്റ്. ഇത് ഡിപ്പെൻഡന്റ് ആണ്. അതുകൊണ്ടാണ് സബോർഡിനേറ്റ് ക്ലോസിന് മറ്റൊരു പേര് ഡിപ്പെൻഡന്റ് ക്ലോസ് എന്നും മെയിൻ ക്ലോസ് അല്ലെ പ്രിൻസിപ്പൽ ക്ലോസിന് മറ്റൊരു പേര് ഇൻഡിപെൻഡന്റ് ക്ലോസ് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഓർത്തണം, ഇത് കംപ്ലീറ്റ് മീനിങ് തരുന്ന, അതുകൊണ്ട് തന്നെ ഒരു മെയിൻ ക്ലോസിന് ഒരു സെന്റൻസ് ആയിട്ട് നിൽക്കാനുള്ള കഴിവുണ്ട്. സബോർഡിനേറ്റ് ക്ലോസ് ഒരു സെന്റൻസ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല, കാരണം അത് ഇൻകംപ്ലീറ്റ് മീനിങ്. അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവണമെങ്കിൽ മെയിൻ ക്ലോസ് അതുമായിട്ട് കണക്ട് ചെയ്തൊരു മീനിങ് തരണം. ഡിപ്പെൻഡന്റ് അല്ലെ, മെയിൻ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന് ഇതാക്കാൻ വേണ്ടി. ഇവർ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്ത് നമുക്കൊരു മീനിങ് ഫുൾ സെന്റൻസ് കിട്ടും. കുറച്ച് വലിയ സെന്റൻസ് ആണ് മീനിങ് ഫുൾ സെന്റൻസ് കിട്ടും. അവയെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പല കൺജങ്ഷൻസ് ഉപയോഗിക്കും. അതിലൊന്നാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഇഫ്, വെദർ, ഓൾദോ, അതുപോലെ വെൻ, വെയർ, ആഫ്റ്റർ, ബിഫോർ, അങ്ങനെയുള്ള കൺജങ്ഷൻസ് ഇല്ലേ, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിനെ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസിനെ മെയിൻ ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ്, അതും അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസുമായിട്ട് കണക്ട് ചെയ്ത് മീനിങ് ഫുൾ ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ക്ലോസ് രണ്ട് തരത്തിൽ, സബോർഡിനേറ്റ് ക്ലോസും അതുപോലെ മെയിൻ ക്ലോസും. മെയിൻ ക്ലോസ് ആണ് മെയിൻ, അവയ്ക്ക് മീനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സബോർഡിനേറ്റ് ക്ലോസിന് മീനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. അവ മെയിൻ ക്ലോസ് ഇൻഡിപെൻഡന്റ് ആണ്, സബോർഡിനേറ്റ് ക്ലോസ് ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ ആണോ? എഴുതി പോകുന്നുണ്ടല്ലോ എല്ലാവരും? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ആലോചിച്ച് നോക്കൂ, ഒരു മെയിൻ ക്ലോസ് അല്ലെ പ്രിൻസിപ്പൽ ക്ലോസിന് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസിന് ഒരു സെന്റൻസ് എന്ന് നമുക്ക് വിളിക്കാം. കാരണം അവന് കംപ്ലീറ്റ് ആണല്ലോ, അതുകൊണ്ട് അവർക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഐഡിയ ഉള്ളതുകൊണ്ട് അവരെ നമുക്ക് എന്ത് വിളിക്കാം? സെന്റൻസ് എന്നും വിളിക്കാം. ഓക്കെ അല്ലേ? എഴുതുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? ഞാൻ ഈ ടൈപ്സിലോട്ട് കൊണ്ടോട്ടെ നിങ്ങളെ.
ആദ്യത്തെ ടൈപ്പിലോട്ട് ഞാൻ കൊണ്ടുപോവാണേ. സോ ഇത് നിങ്ങൾ എഴുതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ടൈപ്പ് ടൈപ്സ് സെന്റൻസിലെ ആദ്യത്തെ നമ്മൾ ഡിവിഷൻ ബേസ്ഡ് ഓൺ ദ ക്രൈറ്റീരിയൻ. എന്ത് ക്രൈറ്റീരിയൻ വെച്ചിട്ടാ? പർപ്പസ് എന്ന ക്രൈറ്റീരിയൻ വെച്ചിട്ട്. പർപ്പസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശം അല്ലെ, ഇതിന്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഉദ്ദേശം. പർപ്പസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അല്ലെങ്കിൽ ഫങ്ഷൻ, ഉപയോഗം അല്ലെ. എന്തുപയോഗം കൊണ്ടാ അല്ലെ, എന്ത് ഫങ്ഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത് അല്ലെ, എന്താ ഇതിന്റെ യൂസ്, ബേസ്ഡ് ഓൺ യൂസ് അല്ലെ. യൂസ്, ഫങ്ഷൻ, പേർപ്പസ് എന്നൊക്കെ പറയാം, പല വാക്കുകൾ പറയാം. അതിന്റെ ബേസിസിൽ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്. അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്, അതിന്റെ മറ്റൊരു പേരാണ് സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവന. രണ്ടാമത്തത് ഇംപെററ്റീവ് സെന്റൻസ്. അതിന് നമുക്ക് പറയാം കമാൻഡ്, റിക്വസ്റ്റ്, അഡ്വൈസ്, സജഷൻ, ഇൻസ്ട്രക്ഷൻ മുതലായവ, ഓർഡർ ഒക്കെ. ഇന്ററഗേറ്റീവ് സെന്റൻസ്, മറ്റൊരു പേര് ക്വസ്റ്റ്യൻ. ഇന്ററഗേറ്റീവ് സെന്റൻസ്, ഇന്ററഗേഷൻ, വിചാരണ, ഇതിന്റെ മറ്റൊരു പേരാണ് ക്വസ്റ്റ്യൻ, ചോദ്യങ്ങൾ. അതാണ് മൂന്നാമത്തെ പർപ്പസ് അനുസരിച്ച്. നാലാമത്തത് എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. എക്സ്ക്ലമേഷൻ നമ്മൾ പറയില്ലേ, അതായത് സ്ട്രോങ് ഇമോഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന കുറച്ച് സെന്റൻസുകളാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. ഈ 4 യൂസേജ് അനുസരിച്ച്, പർപ്പസ് അനുസരിച്ച്, ഫങ്ഷൻ അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന 4 സെന്റൻസസ് എന്ന് പറയും. ഇതിന്റെ എക്സാമ്പിൾസ്, ഇതിന്റെ വേർഡ്സ് ഓർഡർ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാര്യം നമ്മളോട് ചോദിക്കും ഇതിൽ ഏത് ടൈപ്പ് സെന്റൻസ് ആണ് ഇന്നതെന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, 4 സെന്റൻസിനെയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ അസേർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഈ അസേർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട്. ദാറ്റ് ഈസ്, ഇതിനെ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒപ്പീനിയൻ അല്ലെ, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രസ്താവനയ്ക്കാണ് നമ്മൾ അസേർട്ടീവ് സെന്റൻസ് അല്ലെ ഡിക്ലറേറ്റീവ് സെന്റൻസ് വിളിക്കാം. ആ സെന്റൻസിനെ പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം, നെഗറ്റീവ് ആയിട്ട് ഉപയോഗിക്കാം അല്ലെ. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റും ഉണ്ട്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റും ഉണ്ട് അല്ലെ. ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവിന്റെ മറ്റൊരു പേരെന്താ? അഫർമേറ്റീവ്. പോസിറ്റീവിന്റെ മറ്റൊരു പേരാണ് അഫർമേറ്റീവ്. പോസിറ്റീവായ സെന്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു പേരാണ് അഫർമേറ്റീവ് സെന്റൻസ്. നെഗറ്റീവിന് നെഗറ്റീവ് എന്ന് മാത്രമേ പേരുള്ളൂ. ഓക്കെ, അപ്പോൾ അസേർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് 2 തരത്തിലുണ്ട്. പോസിറ്റീവ് ആയിട്ടും ഉണ്ടാവും, നെഗറ്റീവ് ആയിട്ടും ഉണ്ടാവും. വേർഡ് ഓർഡർ ഇത്രേ ഉള്ളൂ. ഒരു സ്റ്റേറ്റ്മെന്റ് സാധാരണഗതിയിൽ എങ്ങനെയാ? സബ്ജക്റ്റ്, വെർബ്, അങ്ങനെ പോകും. ഇനി അതിന് ഈ പറയുന്നതിൽ സബ്ജക്റ്റില് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ ആ ഹെൽപ്പിംഗ് വെർബ് വരും, എന്നിട്ട് മെയിൻ വെർബ് വരും. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനുശേഷം ഒബ്ജക്റ്റ് വരും. ഇങ്ങനെയാ. ഇപ്പൊ ലോങ് സെന്റൻസ് ഒക്കെ ആണെങ്കിൽ ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഓക്സിലറി വെർബ്, പിന്നെ മെയിൻ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. കാര്യം നമ്മൾ ഓക്സിലറി വെർബ് പഠിച്ചതാ. മോഡൽ ഓക്സിലറി വെർബും പ്രൈമറി ഓക്സിലറി വെർബും നമ്മൾ പഠിച്ച. അപ്പൊ സബ്ജക്റ്റ്, പിന്നെ ഓക്സിലറി വെർബ്, പിന്നെ മെയിൻ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. അങ്ങനെയാണ് അതിന്റെ വേർഡ് ഓർഡർ കേട്ടോ. ഇതിന്റെ വേർഡ് ഓർഡർ മറക്കണ്ട. ആദ്യം സബ്ജക്റ്റ് ഉണ്ടാവും, ശേഷം ഒരു ഓക്സിലറി വെർബ് ഉണ്ടാവും, അതിനുശേഷം ഒരു മെയിൻ വെർബ് ഉണ്ടാവും, അതിനുശേഷം ഒബ്ജക്റ്റ്. അതാണ് ഒരു അസേർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ സ്ട്രക്ചർ. എക്സാമ്പിൾ, ഹി ലൈക്സ് മൂവീസ്. ഏത് ടെൻസും ആകാട്ടോ. ഹി ലൈക്സ് മൂവീസ്, he loved ice cream, my friend is a great artist, my friend was happy, you can leave now, I don't like coffee. അല്ലെ, നെഗറ്റീവും കൊടുക്കാം. നമുക്ക് ആ പ്രസ്താവന നെഗറ്റീവും കൊടുക്കാം, പോസിറ്റീവും കൊടുക്കാം. they may not come, അവരൊരു പക്ഷെ വരില്ലായിരിക്കും. they may not come. നെഗറ്റീവ് വരാം അല്ലെ, നെഗറ്റീവ് യൂസേജസ് ഉണ്ട്. you must obey the rules. നിയമം പാലിക്കണം നിർബന്ധമായിട്ട് അല്ലെ. you must not
You must not use. അല്ല, you must not drive. You must not drink and drive. അത്ര മതി. ഒരുപാട് വലിയ സെൻസിലൂടെ. You must not drink and drive. കുടിച്ചിട്ട് വണ്ടി ഓടിക്കരുത്. ഇതൊക്കെ പ്രസ്താവനകളാണ്. ഓക്കെ, അതെൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. ഞാൻ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രസ്താവനയാണ്. നമുക്കത് വേർഡ് ഓർഡർ എത്രേ ഉള്ളൂ. സബ്ജക്റ്റ് വേണം, ഒരു ഓക്സിലറി വെർബ് വേണം. നെഗറ്റീവ് ആണെങ്കിൽ ഒരു നോട്ട് എക്സ്ട്രാ വരും, നെഗറ്റീവ് അല്ലെങ്കിൽ നോട്ടില്ല. അത്രേ ഉള്ളൂ. സംഗതി ഓർത്ത് വെച്ചോട്ടോ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസേർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് പറയാം. ഓക്കെ അല്ലേ? ബേസ് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് പറഞ്ഞതിന്റെ ഐഡിയ ക്ലിയർ അല്ലേ? നോക്കി, ക്ലിയർ അല്ലേ? എഴുതി പോകുന്നുണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും എഴുതുന്നുണ്ടല്ലോ. ക്ലിയർ ആണെങ്കിൽ അടുത്തലോട്ട് പോവാം. അസേർട്ടീവ് സെന്റൻസ് ക്ലിയർ ആണെങ്കിൽ അടുത്തലോട്ട് പോവാം. ഓക്കെ, കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ നിന്ന് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ചോദ്യങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ശരിയാ? സെന്റൻസ് നെഗറ്റീവ് ആക്കാൻ ചോദിക്കുമെന്നാ? കൺവേർട്ട് ദ സെന്റൻസ് ഇൻ ടു നെഗറ്റീവ്, അങ്ങനെയാണോ? അപ്ലിക്കേഷൻ ലെവലാണോ ചോദിക്കുന്നത്? മതി. നോട്ട് നെഗറ്റീവ് ആക്കാൻ നോട്ട് ആഡ് ചെയ്താൽ മതി. യെസ്, നോട്ട് മാത്രമല്ലല്ലോ. നോട്ട് മാത്രമല്ല, നമുക്ക് നോട്ട് മാത്രം അല്ല, നമുക്ക് എന്താ ആഡ് ചെയ്യാം? അഡ്വേർബ് ഞാൻ പഠിപ്പിച്ചാണോ ചാപ്റ്റർ? ഞാൻ നിങ്ങൾ അഡ്വേർബ് പഠിപ്പിച്ചാണോ? എനിക്ക് ഒരു ഡൗട്ട്. നൈദർ, അങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകൾ. നെവർ, നോട്ട് ഓൺലി, ഇത് മാത്രമല്ല അല്ലേ? സെൽഡം, നോ സൂണർ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ഇതെല്ലാം നെഗറ്റീവ് അഡ്വേർബുകൾ. നെഗേഷൻ വാക്കുകൾ ഏതായാലും മതി. നോർ, നോട്ട് പോലെ തന്നെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇത്. നോർ, നൈദർ, നെവർ, നോട്ട് ഓൺലി, സെൽഡം, നോ സൂണർ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ഇതൊക്കെ സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. വേറെ നെഗറ്റീവ് അഡ്ജക്റ്റീവ് ഒന്നും അല്ല കേട്ടോ. നെഗറ്റീവ് വാക്കുകൾ, നെഗേഷൻ വാക്കുകൾ, അല്ല എന്ന് പറയുന്ന വാക്കുകൾ. നോർ, നൈദർ, നെവർ, നോട്ട് ഓൺലി, സെൽഡം, നോ സൂണർ, ഹാർഡ്ലി, സ്കേഴ്സ്ലി എന്നൊക്കെ ഉള്ള നെഗറ്റീവ് വാക്കുകൾ ആഡ് ചെയ്ത് അതിന് സെന്റൻസ് നെഗറ്റീവ് ആവും. ഇപ്പൊ എന്താ പറയുക, മെയിൻ വെർബിനാണെങ്കിൽ അതിനെ നെഗറ്റീവ് ആക്കാൻ നമ്മൾ എന്ത് കൊടുക്കും? ഇപ്പൊ മെയിൻ വെർബ് പ്ലൂറൽ ആണെങ്കിൽ അതിന് ഡോണ്ട് ഇട്ട് കൊടുക്കും അല്ലേ? മെയിൻ വെർബിന് ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായി. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഡസിൻ്റെ കൊടുക്കുക, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഡോണ്ട് കൊടുക്കും. ഇപ്പൊ നെഗറ്റീവ് സെന്റൻസ് പാസ്റ്റിലാണെങ്കിലോ ഡിഡിന്റെ കൊടുക്കും. അതിപ്പോ ഹാവ് ആണ് ഓക്സിലറി വെർബ് എന്ന് ഹാവ് നോട്ട് വരും, ഹാസ് ആണ് ഹാസ് നോട്ട് വരും, ഹാഡ് ആണ് ഹാഡ് നോട്ട് വരും. അതുപോലെ ഏത് മോഡൽ ഓക്സിലറി വെർബ് ആണ് അതനുസരിച്ച് വരും അല്ലെ? ഈസ് ആണ് ഈസ് നോട്ട്, വാസ് ആണ് വാസ് നോട്ട്, ആം ആണ് ആം നോട്ട് അല്ലെ? അങ്ങനെ വരും. ആ നെഗറ്റീവ് കാര്യങ്ങൾ ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അവയെ നെഗറ്റീവ് ആക്കിയാൽ മതി ജസ്റ്റ്. അപ്പൊ ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഐഡിയ. നെഗറ്റീവ് വേർഡ്സ് ആഡ് ചെയ്യുന്നതിന്റെ കൂടെ പിന്നെ നോട്ട് ആഡ് ചെയ്യില്ല. ശരിക്കാ, അത് തെറ്റാ. നെഗറ്റീവിന്റെ കൂടെ ഡബിൾ നെഗറ്റീവ് ആഡ് ചെയ്യില്ല. നോർ, നൈദർ, നെവർ, നോട്ട് ഓൺലി, സെൽഡം, നോ സൂണർ, ഹാർഡ്ലി, സ്കേഴ്സ്ലി എന്ന വാക്കുകളൊക്കെ നെഗറ്റീവ്, നോട്ടിന്റെ അതേ അർത്ഥം വരുന്ന വാക്കാ. അതിനോട് പിന്നെ നോട്ട് ആഡ് ചെയ്യില്ല. അത് ശ്രദ്ധിച്ചോണം. നമ്മൾ ഡബിൾ നെഗറ്റീവ് ഒരു സെന്റൻസിൽ ഒരിക്കലും ഡബിൾ നെഗറ്റീവ് പാടില്ല എന്ന് പറയാം. ഓൾറെഡി നെഗറ്റീവ് ആയ സെന്റൻസിൽ പിന്നെ നോട്ട് ആഡ് ചെയ്യില്ല കേട്ടോ. അത് തെറ്റാണ്. ആ സെന്റൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അങ്ങനെ ഒരു ഡബിൾ നെഗറ്റീവ് നമ്മൾ ഒരിക്കലും ഒരു സെന്റൻസിൽ ആഡ് ചെയ്യില്ല. ഇക്കാര്യം ക്ലിയർ ആയല്ലോ അല്ലെ? ഇതിപ്പോ അസേർട്ടീവ് മാത്രമായിട്ടുള്ളൂ. നമുക്ക് നേരെ പോകാം ഇംപെരറ്റീവ് സെന്റൻസ് കേട്ടോ. ഞാനിപ്പം ഇപ്പൊ അസേർട്ടീവ് സെന്റൻസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്.
ഇനി നമുക്ക് ഇംപെരറ്റീവ് സെന്റൻസിലോട്ട് പോകാം. ഓക്കെ, ഇംപെരറ്റീവ് സെന്റൻസിലോട്ട് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്താം, അസേർട്ടീവ് സെന്റൻസിൽ മാത്രമല്ല നെഗറ്റീവ് വരുന്നത് കേട്ടോ. ഈ അസേർട്ടീവ് സെന്റൻസിൽ മാത്രമല്ല നെഗറ്റീവ് വരുന്നത്, നമുക്ക് ഏത് സെന്റൻസിലും നെഗറ്റീവ് സെന്റൻസ് വരാം കേട്ടോ. ഏത് സെന്റൻസിലും നെഗറ്റീവ് സെന്റൻസ് വരാം. ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് വരാം, അസേർട്ടീവ് സെന്റൻസിൽ നെഗറ്റീവ് വരാം അല്ലെ. സജഷൻ പറയുമ്പോഴും നമുക്ക് പറയാം അല്ലെ, ഓർഡർ കൊടുക്കും ഇങ്ങനെ ചെയ്യരുത് അരുത് എന്ന് പറയില്ലേ, ആ സംഗതികളുണ്ട്. അപ്പൊ ആ കാര്യം എല്ലാം നമ്മൾ ഇവിടെ മുഖവരയ്ക്ക് എടുക്കണം. നോക്കാം എക്സാമ്പിൾ. ഇംപെരറ്റീവ് സെന്റൻസിലോട്ട് വരാം. ഇംപെരറ്റീവ് സെൻസ് സാധാരണ എന്തിനാണെന്നറിയോ, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെ കമാൻഡ്, അല്ലെ ഓർഡർ, റിക്വസ്റ്റ്, അഡ്വൈസ്, സജഷൻ മുതലായവ കൊടുക്കാനാണ് ഇംപെരറ്റീവ് സെൻസ് കൊടുക്കുക. അതൊന്നെങ്കിൽ ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്കിൽ എൻഡ് ചെയ്യാം. രണ്ടിലേതെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഇവിടെ പോസിറ്റീവ് സെൻസും ഉണ്ട്, നെഗറ്റീവ് സെൻസും ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ, പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം, അതായത് അഫർമേറ്റീവും ആകാം നെഗറ്റീവും ആകാം സെൻസ് എന്നർത്ഥം. ഇതിന്റെ വേർഡ് ഓർഡർ എങ്ങനെയാ, ബേസ് വെർബിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസ് വെർബ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം, എന്താ ബേസ് വെർബ് എന്നറിയോ? ബേസ് വെർബ് എന്ന് പറഞ്ഞാൽ V1, റൂട്ട് ഫോം ഓഫ് വെർബ് ഇല്ലേ V1, ബേസ് വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ്, അതിനുശേഷം എന്തെങ്കിലും അതർ വേർഡ്സ് അല്ലെ, അതർ വേർഡ്സ് ഉണ്ടെങ്കിൽ അതർ വേർഡ്സ്, ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് മതി. ഇനി ഒറ്റ വെർബ് മാത്രമുള്ളൂ, അതും കറക്റ്റാ കേട്ടോ. ഇതില് പ്രത്യേകിച്ച് വേറെ ഒന്നും നമ്മൾ നോക്കണ്ട. ഇവിടെ നമുക്ക് അറിയേണ്ട കാര്യത്രേ ഉള്ളൂ, ബേസ് വെർബിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ വേണ്ട വെർബ് മാത്രം മതി അല്ലെ. എക്സാമ്പിൾ നോക്കിയേ, സ്റ്റോപ്പ്, നിൽക്ക് എന്ന് പറയില്ലേ, സ്റ്റോപ്പ് എന്ന് പറയും അല്ലെ. അല്ലെങ്കിൽ നമ്മളോട് പറയാം ലിസൺ, അല്ലെങ്കിൽ ഗോ, പോ, ഈ പൊക്കോ, കം, അകത്തോട്ട് വരൂ എന്ന് പറയുമ്പോൾ കം, വരൂ എന്ന് പറയുന്നത് എല്ലാം ഇംപെരറ്റീവ് സെൻസ് തന്നെയാ അല്ലെ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറയുമ്പോഴും അത് ഇംപെരറ്റീവ് സെൻസ്, അതൊരു റിക്വസ്റ്റ് ആണെന്ന് മാത്രം. കീപ് സൈലൻസ്, നിശബ്ദത പാലിക്കുക. ഡോൺ ഗോ പറയുമ്പോൾ നെഗറ്റീവ് ഇംപെരറ്റീവ് ആണെന്ന് മാത്രം അല്ലെ. നമുക്ക് ഇവിടെ പറയാം, എക്സാമ്പിൾ കാണിച്ചു തരാം, നോക്കിയേ. ഹാവ് സം പേഷ്യൻസ്, ഇംപെരറ്റീവ് സെൻസാ. ഹാവ് സം പേഷ്യൻസ്, നീ ഒന്ന് നിൽക്ക്, നീ ഒന്ന് സമാധാനമായിട്ട് നിൽക്കല്ലേ, നീ ഒന്ന് പേഷ്യൻ്റ് ആയിട്ടിരിക്കുക. ഹാവ് സം പേഷ്യൻസ്, ക്ഷമയോടെ, കുറച്ച് ക്ഷമ ഉണ്ടാവുക നിനക്ക്. ഹാവ് സം പേഷ്യൻസ്. ഹാവ് സം കറേജ്, ഹാവ് സം ഫുഡ്, കുറച്ച് ഭക്ഷണം കഴിക്കുക. ആ ഹാവും ഉണ്ട് അല്ലെ, കഴിക്കൂ എന്നുള്ള അർത്ഥവും പറയാം. രണ്ടിടത്തും ഉണ്ട് അല്ലെ. ഈ ഹാവ് നിനക്ക് ഉണ്ടാവട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ ഹാവ് സം കോഫി, കുറച്ച് കോഫി കുടിക്കുക, ഹാവ് സം കോഫി. ഇതെല്ലാം എന്താ, ഇൻസ്ട്രക്ഷൻ ആണ്, സജഷൻ ആണ് നമുക്ക് പറയാം. നെഗറ്റീവ് ഉണ്ട് അല്ലേ. നെഗറ്റീവ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ബേസ് വെർബിന് മുമ്പ് നമ്മൾ എപ്പോഴും എന്താ കൊടുക്കുന്നത്? ഡോണ്ടാ കൊടുക്കുന്നത്. ബേസ് വെർബിന്റെ കൂടെ എപ്പോഴും നിങ്ങൾ ഡോണ്ടാ കൊടുക്കുന്നത് കേട്ടോ, വേറെ ഒന്നും കൊടുക്കില്ല. കാരണം V1 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു അല്ലേ കൊടുക്കുള്ളൂ. അപ്പൊ അതിനെ നെഗറ്റീവ് ആക്കാൻ എപ്പോഴും ഡോണ്ടാ കൊടുക്കുന്നത്. ഡോണ്ട് കീപ് സൈലൻസ്, ഡോണ്ട് സ്റ്റോപ്പ്, ഡോണ്ട് റൺ അല്ലേ, ഡോണ്ട് റൺ, ഡോണ്ട് ഫൊർഗെറ്റ്, എടാ മറക്കല്ലേടാ പറയില്ലേ, ഡോണ്ട് ഫൊർഗെറ്റ്. ഇംപെരറ്റീവ് സെൻസിന് നെഗറ്റീവ് ആകാൻ ആകെ അതിന് ഡോണ്ട് ഇട്ട് കൊടുക്കുള്ളൂ. ഓക്കെ, ഡോണ്ട് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? നെവർ ഫൊർഗെറ്റ്. ഡോണ്ട് പോലെ നമുക്ക് എന്തുകൂടി ഇട്ട് കൊടുക്കാം? നെവർ റൺ, ഓടല്ലേ, നെവർ ഫൊർഗെറ്റ്. ബാക്കിയൊന്നും ഇട്ട് കൊടുക്കില്ല. നെവർ ഫൊർഗെറ്റ്, ഡോണ്ട് ഫൊർഗെറ്റ് എന്നൊക്കെ ഇട്ട് കൊടുക്കാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ആ രണ്ട് വേർഡ്സ് നമ്മൾ ഇട്ടുള്ളൂ, ബാക്കിയൊന്നും ഇട്ട് കൊടുക്കില്ല ബേസ് വെർബിന് മുമ്പിൽ. ഓക്കെ, ഇനി ഇംപെരറ്റീവ് സെൻസിന്റെ ഒരു പ്രത്യേകത കൂടെ പറയാം. ഈ ഇംപെരറ്റീവ് സെൻസ് എപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഇംപെരറ്റീവ് സെൻസ് സബ്ജക്റ്റ് ഇല്ലേ? ഞാൻ പറഞ്ഞു ഒരു സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ആണ് ക്ലോസ് എന്ന് പറയാം. അപ്പൊ ഇംപെരറ്റീവ് സെൻസിൽ സബ്ജക്റ്റ് ഇല്ലേ? സബ്ജക്റ്റ് ഉണ്ട്, പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യില്ല, കാണുന്നില്ല. ദാറ്റ് ഈസ് ഇൻവിസിബിൾ. ഏതാ സബ്ജക്റ്റ്? യു. യു ആണ് നമ്മുടെ ഇൻവിസിബിൾ സബ്ജക്റ്റ്. യു പ്ലീസ് ടേക്ക് യുവർ സീറ്റ്, യു കീപ് സൈലൻസ്, യു ഡോണ്ട് ഗോ, യു സ്റ്റോപ്പ്. നമ്മൾ ഒരാളോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ, നമ്മൾ ഒരാളുടെ വരൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ നേരെ നോക്കി ഒരാളോട് പറയുമ്പോൾ യു, നീ വരൂ, യു ഹാവ് സം പേഷ്യൻസ്, യു ഹാവ് സം കോഫി, യു നെവർ റൺ, യു ഡോണ്ട് റൺ, യു നെവർ ഫൊർഗെറ്റ്, യു ഡോണ്ട് ഫൊർഗെറ്റ് എന്നാ ഉദ്ദേശിക്കുന്നത്. അവിടെ യു ഇൻവിസിബിൾ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾ പഠിച്ചതല്ലേ, ഇംപെരറ്റീവ് സെൻസുകൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുമ്പോൾ വില്യു എന്ന് നമ്മൾ കൊടുക്കുക. നെഗറ്റീവ് ആവുമ്പോൾ നമ്മൾ വില്യു കൊടുക്കുകയുള്ളൂ. പോസിറ്റീവ് ഇംപെരറ്റീവിന്റെ കൂടെ നമ്മൾ വോണ്ടിയും കൊടുക്കാം, വില്യും കൊടുക്കാം. റിക്വസ്റ്റ് ആവുമ്പോൾ വില്യു കൊടുക്കുകയുള്ളൂ ടാഗ്. അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ഇതാണ് ഇംപെരറ്റീവ് സെന്റൻസസ്. ക്ലിയർ ആണോ? ഇല്ല, സരിക, അതാ ഞാൻ എടുത്തു പറഞ്ഞേ.
ഇംപെറേറ്റീവ് സെന്റൻസ് എക്സ്ക്ലമേഷൻ മാർക്ക് പറ്റും. എല്ലാ എക്സ്ക്ലമേഷനുള്ള സെന്റൻസും എക്സ്ക്ലമേറ്ററി സെന്റൻസ് അല്ല. ഓക്കെ, നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴേ കീപ് സൈലൻസ് എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞൊക്കെ കൊടുത്തിട്ടില്ലേ, എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് കൊടുത്തില്ലേ? അപ്പൊ ഒരു അനൗൺസ്മെന്റ് കൊടുക്കാൻ നമുക്ക് എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കാം. മനസ്സിലായോ? സ്റ്റോപ്പ് എന്ന് എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് കൊടുക്കാം. ഡോണ്ട് റൺ എന്ന് എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് കൊടുക്കാം. കേട്ടോ, എല്ലാ എക്സ്ക്ലമേഷൻ മാർക്കുള്ള സെന്റൻസും എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് വേർഡ് ഓർഡർ പഠിപ്പിക്കണേ. കേട്ടോ, അതുകൊണ്ടാണ് വേർഡ് ഓർഡർ പറഞ്ഞിരിക്കാൻ പറയുന്നത്. ജസ്റ്റ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് പോലെ എക്സ്ക്ലമേഷൻ മാർക്ക് വെച്ചിട്ട് മാത്രം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വേർഡ് ഓർഡർ നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണമെന്ന് പറയണം. ഓക്കെ, ക്ലിയർ? അടുത്തോട്ട് പോ, നോക്കിക്കേ. ഇന്റർഗേറ്റീവ് സെന്റൻസസ്. ഇന്റർഗേറ്റീവ് സെന്റൻസിന്റെ മറ്റൊരു പേരാണ് ക്വസ്റ്റ്യൻ, അല്ലെ? ക്വസ്റ്റ്യൻ ആണിത്. ഇന്റർഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ചോദ്യം അല്ലെങ്കിൽ എൻക്വയറി, അന്വേഷണം. അതിനാണ് ഇന്റർഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അതെപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കില്ല, അതിലൊരു മാറ്റവും ഇല്ല. ഇപ്പൊ സരിക ചോദിച്ച പോലെ എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് അല്ലേ? ഇല്ല, നിർബന്ധമില്ല. പക്ഷെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ചോദ്യം തന്നെയാണ്. അതൊരു ഇന്റർഗേറ്റീവ് സെന്റൻസ് തന്നെയാണ്. ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് ക്യാൻ ബി നെഗറ്റീവ്. പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട് കേട്ടോ. അപ്പൊ വേർഡ് ഓർഡർ എങ്ങനെയാ? WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ വേർഡ് ഓർഡർ എങ്ങനെയാ? WH വേർഡ്, പിന്നെ ഓക്സിലറി വെർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വെർബ്. അപ്പൊ എങ്ങനെ വരും? ആദ്യം WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ WH നോക്കിയേ. വെൻ ഡിഡ് യു കം. എങ്ങനെ കൊടുത്തു? വെൻ WH ക്വസ്റ്റ്യൻ വേർഡ്, ഡിഡ് ഓക്സിലറി വെർബ്, യു സബ്ജക്റ്റ്, കം മെയിൻ വെർബ്. വെൻ ഡിഡ് യു കം? How can she say? അവൾക്ക് എങ്ങനെ പറയാൻ പറ്റും? How can she say? അല്ലേ? How can she say that? ഇതൊക്കെ എന്താ? WH ക്വസ്റ്റ്യൻ വേർഡ്, WH ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനെന്താ വിളിക്കുന്നത്? WH ക്വസ്റ്റ്യൻസ്. രണ്ട് തരത്തിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് WH questions. ഇനിയും ഉണ്ടൊരു ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. WH ക്വസ്റ്റ്യൻ ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ട്. WH ക്വസ്റ്റ്യൻ എപ്പോഴും എന്താ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നതെയോ? WH ക്വസ്റ്റ്യൻ എപ്പോഴും ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാ? Who, whom, whose. Who, whom, whose, which, what, when, where, why, how. ആര്, ആരെ, ആരുടെ, എന്ത്, അല്ല ഏത്, എന്ത്, എപ്പോ, എവിടെ, എന്തുകൊണ്ട്, എങ്ങനെ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് 1 2 3 4 5 6 7 8 9 ഈ ഇത്ര ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ച് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ അവയെ നമുക്ക് വിളിക്കാം WH ക്വസ്റ്റ്യൻസ് വിളിക്കാം. ഞാൻ പറയുന്നില്ലേ, വേറൊരു ഇനി നെഗറ്റീവ് സെന്റൻസും വരാട്ടെ. ഞാൻ അത് നോക്കിയേ. why doesn't he speak English? എന്തുകൊണ്ട് അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല? Why doesn't he speak English? എന്തുകൊണ്ട് അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല? നമുക്ക് നെഗറ്റീവ് സെന്റൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. Why doesn't he speak English? എന്തുകൊണ്ട് അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല? ഓക്കെ, അപ്പോൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ WH വേർഡ്സ് വെച്ചിട്ട്, ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഹൂവ്, ഹുമ്മ്, ഹൂസ്, വിച്ച്, വോട്ട്, വെന്ന്, വേറെ, വൈ, ഹൗ ഒക്കെ വെച്ചിട്ടാണ് നോക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കാം, അതിൽ
ഏത് ടെൻസും വരെ ഒരു പ്രശ്നവുമില്ല. അതുപോലെ പോസിറ്റീവ് സെൻറ്റൻസും ഉണ്ട്, നെഗറ്റീവ് സെൻറ്റൻസും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതാണ് WH ക്വസ്റ്റ്യൻസ്. ഇൻറ്റർഗേറ്റീവ് സെൻസിൽ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് വൺ ഇസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഇപ്പം നമ്മൾ കണ്ടില്ലേ, WH ക്വസ്റ്റ്യൻസിൽ ഒന്ന് WH ക്വസ്റ്റ്യൻസ് പറഞ്ഞു അല്ലേ. രണ്ടാമത്തെ എന്താ നോക്കിയേ, ക്വസ്റ്റ്യൻസ് ബിഗിനിങ് വിത്ത് വാട്ട്, വെൻ, വെയർ, ഹൂ, വൈ, എക്സെട്ര. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ഏതാ നോക്കിയേ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എങ്ങനത്തെയാന്ന് നോക്കിയേ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എങ്ങനത്തെയാ, ആൻസർ യെസ് അല്ലെങ്കിൽ നോ ആൻസർ കിട്ടുന്ന. അതായത് അത് ഏത് ഓക്സിലറി വെർബ് വെച്ച് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഇതിങ്ങനെയാ, ഓക്സിലറി വെർബ് ആദ്യം, ശേഷം സബ്ജക്റ്റ്, പിന്നെ മെയിൻ വെർബ്. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ്, ഇല്ലെങ്കിൽ വേണ്ട. ഇങ്ങനെ ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, പിന്നെ മെയിൻ വെർബ്. അങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. WH വേർഡ് ഉണ്ടെങ്കിൽ നേരെ ഓക്സിലറി വെർബിന്റെ തൊട്ട് മുമ്പ് വരും, അത്രേ ഉള്ളൂ WH ക്വസ്റ്റ്യൻസ്. അത്ര വ്യത്യാസമുള്ളൂ. WH ക്വസ്റ്റ്യൻസിൽ WH വേർഡ് ഫസ്റ്റിൽ വരുന്നുള്ളൂ. അതില്ലെങ്കിൽ ഓക്സിലറി വെർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ആ ഓക്സിലറി വെർബ് പ്രൈമറി ഓക്സിലറി ആകാം, മോഡൽ ഓക്സിലറി ആകാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അതാണ് ഈസ് ഷീ യുവർ ടീച്ചർ എന്ന് ചോദിക്കുന്നത്. മനസ്സിലായോ? ഡു യു നീഡ് എനിത്തിങ് എന്ന് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ WH ക്വസ്റ്റ്യൻസിന്റെ എക്സാമ്പിൾ ഒരെണ്ണം കണ്ടോ, വൈ ഡിഡ്ന്റ് യു കോൾ മീ, എന്തുകൊണ്ട് നീ എന്നെ വിളിച്ചില്ല. WH ക്വസ്റ്റ്യന്റെ എക്സാമ്പിളാണ്. വേറൊരെണ്ണം കാണും, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കണ്ടു, ഷുഡിൻറ്റ് യു ബി ഇൻ ക്ലാസ് നൗ. ഇപ്പം നീ ക്ലാസ്സിൽ ഉണ്ടാവേണ്ട ആളല്ലേടാ. ഷുഡിൻറ്റ് യു ബി ഇൻ ക്ലാസ് നൗ. ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പോകുന്ന ആൾക്കാരെ പുറത്തുനിന്ന് പിടിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചോദിക്കില്ലേ, എടാ നീ ഇപ്പോൾ ക്ലാസ്സിൽ ഇരിക്കേണ്ട ആളല്ലേടാ എന്ന് ചോദിക്കില്ലേ. ഷുഡിൻറ്റ് യു ബി ഇൻ ക്ലാസ് നൗ. ക്ലിയർ ആണോ? ലൈവിലുള്ളവർക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഭാഗത്ത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് മീ. ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സെന്റൻസ് ടൈപ്പിലോട്ട് പോകും. ഓക്കെ, അടുത്ത സെന്റൻസ് ടൈപ്പ്. അടുത്താണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഇപ്പൊ നമ്മൾ കണ്ടു അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു ഇംപെരറ്റീവ് സെന്റൻസ്, പിന്നെ നമ്മൾ കണ്ടു ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. സോ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ പ്രത്യേകത, സരിക നേരത്തെ പറഞ്ഞ പോലെ എക്സ്ക്ലമേഷൻ പോയിന്റ് ഉണ്ടാവണം, അത് മാത്രമാണോ? അല്ല. എക്സ്ക്ലമേഷൻ പോയിന്റ് സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരണമെന്നില്ല. ഒന്നെങ്കിൽ സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ എക്സ്ക്ലമേഷൻ പോയിന്റ് വരാം, അല്ലെങ്കിൽ ഇന്റർജെക്ഷനിൽ എക്സ്ക്ലമേഷൻ പോയിന്റ് വന്നാൽ മതി കേട്ടോ. ഒന്നെങ്കിൽ ഇത് വരാം, അല്ലെങ്കിൽ ഇന്റർജെക്ഷൻ കൂടെ വന്നാലും മതി. ഇന്റർജെക്ഷൻ ഉള്ളപ്പോൾ പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കില്ല. ഇന്റർജെക്ഷൻ ഉള്ളപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് പിന്നെയും എക്സ്ക്ലമേഷൻ പോയിന്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഇന്റർജെക്ഷൻ ഓൾറെഡി നമ്മൾ എക്സ്ക്ലമേഷൻ പോയിന്റ് ഇട്ട് കൊടുക്കും. മീനിങ്ലെസ് വേർഡ്സ് വിച്ച് എക്സ്പ്രസസ് ഫീലിങ്സ്, അതിനാണ് ഇന്റർജെക്ഷൻ എന്ന് പറയാം. മീനിങ്ലെസ് വേർഡ്സ്, പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, പക്ഷെ ഓരോ ഫീലിങ്സ് ഓരോ ഇന്റർജെക്ഷൻസ് നമ്മൾ ഉപയോഗിക്കും. ലൈക്ക് ഏതൊക്കെയാ? നമ്മൾ എക്സൈറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ, എക്സൈറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. സർപ്രൈസ് വരുമ്പോൾ നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കും. ഹാപ്പിനെസ് വരുമ്പോൾ വേറെ, സാഡ്നെസ് വരുമ്പോൾ വേറെ, ആങ്കർ വരുമ്പോൾ വേറെ. അപ്പൊ ഇങ്ങനെ പല ഇമോഷൻസ് ഉണ്ട്. സ്ട്രോങ്ങർ ഇമോഷൻസ് ആണ്. ഇങ്ങനെ സ്ട്രോങ്ങർ ഇമോഷൻസ് വരുമ്പോഴാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ഉപയോഗിക്കുക. അപ്പൊ അത് ഒന്നെങ്കിൽ എക്സ്ക്ലമേറ്ററി മാർക്ക് വെച്ച് എൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്റർജെക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കുറച്ച് ഇന്റർജെക്ഷൻസ് പരിചയപ്പെടുത്താം. കുറച്ച് ഇന്റർജെക്ഷൻസ് ഏതൊക്കെയാ ഇന്റർജെക്ഷൻസ് നോക്കിക്കേ. വാവ്, ബ്രാവോ. ബ്രാവോ എന്ന് പറയുമ്പോൾ അടിപൊളി, നമ്മളൊരാളെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന സാധനം. നമ്മൾ വിജയിക്കുമ്പോൾ നമ്മൾ പറയാം ഹുറേ. എന്തേലും അബദ്ധം പറ്റുമ്പോൾ ഛേ എന്ന് പറയില്ല, അലാസ്. വേദനിക്കുന്ന ഔച്ച് അല്ലെ, ഔച്ച്. കൈയൊക്കെ പൊള്ളുമ്പോഴൊക്കെ വേദനിക്കുമ്പോഴൊക്കെ പറയും. ദേഷ്യം വരുമ്പോൾ നമുക്ക് പല ഇമോഷൻസാ, എന്ന് വെക്കും അല്ലെ, UGH ARGH ഒക്കെ വരാം. അത്ഭുതപ്പെടുമ്പോൾ നമ്മൾ ഉപയോഗിക്കും ഓ മൈ, ഓ മൈ ഗോഡ്, ഓ മൈ അല്ലെ, എന്ത് കൊടുക്കാം. അതല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് യൂസേജും കൂടി ഉണ്ട്. എക്സ്ക്ലമേറ്ററി അഡ്ജക്റ്റീവും എക്സ്ക്ലമേറ്ററി അഡ്വേർബും. എക്സ്ക്ലമേറ്ററി അഡ്ജക്റ്റീവ് ആണ് വാട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, എക്സ്ക്ലമേറ്ററി അഡ്വേർബ് ആണ് ഹൗ.
ഹൗ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വാട്ട് എ ലയർ ഹീസ്, എന്നെ കള്ളനാലേ അവൻ. ഹൗ കൊളോസൽ ദി ബിൽഡിംഗ്, എത്ര കൊളോസൽ, എത്ര വലുതാണ് ഈ ബിൽഡിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഓർത്ത് വെച്ചോണം, ഇവയുടെ ഒരു പ്രത്യേകത, എന്താ? നമ്മളൊരു സെന്റൻസ് പറയുമ്പോൾ ഈ സെന്റൻസുകളിൽ സ്ട്രോങ്ങർ ഇമോഷൻസ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നെങ്കിൽ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, ഒന്നെങ്കിൽ ഇന്റർജെക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇന്റർജെക്ഷൻ ഉള്ളെങ്കിൽ അതിന് ഓൾറെഡി എക്സ്ക്ലമേഷൻ പോയിന്റ് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് ഓ അതും പറയാം, ഓ അല്ലേ, ഓ ഇതുണ്ട്. ഇനി വെൽ, അതിപ്പോ അല്ലെ, എന്തെങ്കിലും കാര്യം അതിപ്പോ എന്ന് പറയില്ലേ, അതും എക്സ്ക്ലമേഷൻ ആണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം എന്ത് പെടുന്ന? ഇന്റർജെക്ഷനിൽ പെടുന്നതാണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഐ ഹേറ്റ് യു, ഞാൻ ഹേറ്റ് യു എന്റെ ഫുൾ സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത്. ഐ ഹേറ്റ് യു, ഹേറ്റ് യു എന്റെ ഫുൾ സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത്. എന്താണെന്നറിയോ ഞാൻ ഹേറ്റ് യു എന്റെ ഫുൾ സ്റ്റോപ്പ് കൊടുക്കാൻ കാരണം? വേറൊന്നുമല്ല, ഓൾറെഡി എന്ന് പറയുന്ന ഇതുണ്ട്. അപ്പൊ പിന്നെ വീണ്ടും ഇത് കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം മനസ്സിലായോ? അല്ലെങ്കിൽ അതും രണ്ടും കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ദ മൂവി വാസ് വാവ്, ദ മൂവി വാസ് ത്രില്ലിംഗ് എന്ന് പറയുമ്പോഴും ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞാൽ കറക്റ്റാ. അതുപോലെ വാട്ട് എ ലയർ ഹീസ് എന്ന് പറയുന്ന എക്സ്ക്ലമേറ്ററി അഡ്ജക്റ്റീവും ഹൗ കൊളോസൽ ദി ബിൽഡിംഗിൽ ഹൗ എന്ന് പറയുന്ന എക്സ്ക്ലമേറ്ററി അഡ്വേർബും രണ്ടും നമുക്കിടാം. ഇതാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ടൈപ്സ് ഓഫ് സെന്റൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ? എഴുതി വെച്ചോ എല്ലാവരും? ഡൗട്ട് എന്തെങ്കിലും ഉണ്ട് ചോദിക്ക്, എഴുതി വെച്ചോ എല്ലാവരും? യാ, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. റൈസ് ഈസ് എ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് കേരള ഈസ് ആൻ exclamatory sentence, assertive sentence, imperative sentence, interrogative sentence. ഏത് ടൈപ്പ് സെന്റൻസ് ആയത്? റൈസ് ഇസ് ദ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് കേരള. ഏത് ടൈപ്പ് സെന്റൻസാ? കേരളത്തിന്റെ സ്റ്റേപ്പിൾ ഫുഡാണ് റൈസ് എന്ന് പറയുമ്പോൾ അതൊരു പ്രസ്താവനയാണ് അല്ലേ? ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നിങ്ങളോട് ചോദിച്ചതനുസരിച്ച് നമുക്ക് എന്തറിയാം? എക്സ്ക്ലമേറ്ററി സെന്റൻസ് അല്ല, ഇമ്പെറേറ്റീവ് അല്ല, ഇന്റർഗേറ്റീവ് അല്ല, വേറെ എന്നാ ഉണ്ട് ഇവിടെ? വേറെ ഏതാ ഉണ്ട്? അസേർട്ടീവ് ഉണ്ട്. ഡിക്ലറേറ്റീവ് എങ്കിൽ ഡിക്ലറേറ്റീവ്, അസേർട്ടീവ് എങ്കിൽ അസേർട്ടീവ്, അത് മറക്കല്ലേ. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ഐഡന്റിഫൈ ദ ഇംപെറേറ്റീവ് സെന്റൻസ് ഫ്രം ദ ഫോളോവിങ്. ദാറ്റ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. Can you pick him up? അല്ല, can't you pick him up? Make it right. She need not ask for your help. ഇവിടെ ഇംപെറേറ്റീവ് സെന്റൻസ് ഏതാ? ഇംപെറേറ്റീവ് സെന്റൻസ് പറ. ഏതാ? ഇത്രേ ഉള്ളൂ. ബേസ് വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് സെന്റൻസാ? അല്ല, ഇംപെറേറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത എന്താ? V1 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? V1 ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് അങ്ങനെ പോകണം നമ്മൾ പറഞ്ഞേ. V1 വെച്ചല്ല. ദാറ്റ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് V1 വെച്ചല്ല.
കാണ്ട് യു പിക്ക് ഹിം അപ്പ് V1 വെച്ചിട്ടല്ല, മേക്ക് ഇറ്റ് റൈറ്റ് V1 വെച്ചിട്ടാണ്. സോ ദാറ്റ് ഇസ് ഇംപെരറ്റീവ് സെന്റൻസ്. ഷീ നീഡ് നോട്ട് ആസ്ക് ഫോർ യുവർ ഹെൽപ്പിലും ഇംപെരറ്റീവ് സെന്റൻസ് അല്ല, അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലാക്കാം? ദാറ്റ് സൗണ്ട്സ് അമേസിംഗ് അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ്. ഇത് ഡിക്ലറേറ്റീവ് ആട്ടോ. ദാറ്റ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡിക്ലറേറ്റീവ്. അതിൻ്റെ ഒരു സജഷനാ. അത് എക്സ്ക്ലമേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എക്സ്ക്ലമേഷൻ ഉണ്ടാവണമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇന്റർജെക്ഷൻ വരണമായിരുന്നു. അതുകൊണ്ട് ഇതിനെ ഡിക്ലറേറ്റീവ് എന്ന് പറയുള്ളേ. അടുത്തത് കാണ്ട് യു പിക്ക് ഹിം അപ്പ് എന്ന് പറയുന്ന അവിടുത്തെ ക്വസ്റ്റ്യൻ ആണല്ലോ, ഇന്റർഗേറ്റീവ്. അടുത്ത ഷീ നീഡ് നോട്ട് ആസ്ക് ഫോർ യുവർ ഹെൽപ്പ്, ഡിക്ലറേറ്റീവ് ആണ്. അതേപോലെ സംഗതി എന്താ? നെഗറ്റീവും കൂടിയാണ്, നെഗറ്റീവ് സെന്റൻസും കൂടിയാണ്. ഇവിടെയും നെഗറ്റീവ് ആണ്. അടുത്തോട്ട് വരാം. അവിടെ വരെ ക്ലിയർ അല്ലേ? ഇനി അടുത്തത് സ്ട്രക്ചറിന്റെ ബേസ് ചെയ്തിട്ട് അടുത്ത ടൈപ്പിലോട്ട് നമ്മൾ പോവാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഫംഗ്ഷൻ ബേസ് ഇട്ട് അല്ലെ, ഉപയോഗം വെച്ചിട്ട്, ഉദ്ദേശം ഉപയോഗം ഒക്കെ വെച്ചിട്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ട്രക്ചർ, അതിന്റെ ഘടന നോക്കിയിട്ട് നമ്മൾ 4ആയിട്ട് തരംതിരിക്കാം. ഒന്ന് സിമ്പിൾ സെന്റൻസ്, രണ്ടാമത്തത് കോമ്പൗണ്ട് സെന്റൻസ്, മൂന്നാമത്തത് കോംപ്ലക്സ് സെന്റൻസ്, നാലാമത്തത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. അപ്പൊ ശ്രദ്ധിക്കണേ, സിമ്പിൾ സെന്റൻസ് ഉണ്ട്, കോമ്പൗണ്ട് സെന്റൻസ് ഉണ്ട്, കോംപ്ലക്സ് സെന്റൻസ് ഉണ്ട്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസ് ഉണ്ട്. ഇതില് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇത് ഘടനയുടെ ബേസിസിലാ അല്ലെ? നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ഇത് ഘടനയുടെ ബേസിസിലാ, ഇത്ര വരെ പറഞ്ഞതിൽ ഇത് ഘടനയുടെ ബേസിസിലാ. സ്ട്രക്ചർ, ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. ആദ്യത്തേത് സിമ്പിൾ സെന്റൻസാ. സിമ്പിൾ സെന്റൻസിന്റെ പ്രത്യേകത എന്താ? സിമ്പിൾ സെന്റൻസിന് ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് വേണമെന്നുള്ള നിർബന്ധം. ഒറ്റ ഇൻഡിപെൻഡന്റ് ക്ലോസ്, അതായത് ഒറ്റ മീനിങ് ഫുൾ ആയിട്ടൊരു ക്ലോസ് സിമ്പിൾ സെന്റൻസിന് വേണം. അത് മാത്രമേ ഇവിടെ നിർബന്ധം പറയുന്നുള്ളൂ. അല്ലാതെ അതിന്റെ കൂടെ കോമ ഇടാം, കുഴപ്പമില്ല. ഒരു ഫ്രേസ് ചാടിക്കയറി വരാൻ കുഴപ്പമില്ല, അല്ലെ? അതിന് നിർബന്ധം എന്താ ഉള്ളത്? ഒരു സിംഗിൾ ഇൻഡിപെൻഡന്റ് ക്ലോസ് വേണമെന്നുള്ളതേ ഉള്ളൂ. പ്രിപ്പോസിഷൻ വരാം, ഒരു കുഴപ്പമില്ല. ഫ്രേസ് വരാം, ഒരു കുഴപ്പമില്ല. ജെറണ്ട് വരാം, ഒരു കുഴപ്പമില്ല. ഇൻഫിനിറ്റീവ് വരാം, ഒരു കുഴപ്പമില്ല. ഇപ്പൊ സിംഗിൾ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ടാവുള്ളൂ? സിംഗിൾ ഫൈനൈറ്റ് വേർബേ ഉണ്ടാവുള്ളൂ, ഒറ്റ ഫൈനൈറ്റ് വേർബേ ഉണ്ടാവുള്ളൂ, അല്ലെ? ഒന്നിൽ കൂടുതൽ ഫൈനൈറ്റ് വേർബുകൾ ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ഒറ്റ മെയിൻ വെർബുകളല്ലേ, അത് മാത്രം. പ്രപ്പോസിഷൻ വരാം, ഫ്രേസ് വരാം, ജെറണ്ട് വരാം, ഇൻഫിനിറ്റ് വരാം, കോമ വരാം, അതിലൊന്നും കുഴപ്പമില്ല. നമുക്ക് നിർബന്ധമായിട്ട് എന്ത് വന്നാൽ മതി? ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് വേണം. അതാണ് സിമ്പിൾ സെന്റൻസിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നോക്കിയേ, അത് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ഐ ഡോണ്ട് നോ ഇറ്റ്. നെഗറ്റീവ് സെന്റൻസ് അല്ലേ? നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല. വി വിൽ ഗോ, നമ്മൾ പോകും, പോസിറ്റീവാ. ഷീ ഓൾവേസ് മാനേജസ് ടൈം പ്രോപ്പർലി, പോസിറ്റീവ് സെന്റൻസാ. ആലോചിച്ചേ, പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല, നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല. ഒരു സിംഗിൾ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ക്ലോസ് ഉണ്ടായാൽ മാത്രം മതി സിമ്പിൾ സെന്റൻസ്. വേറെ ഒന്നും കുഴപ്പമില്ല. മനസ്സിലായോ? വേറെ ഒന്നും ഒരു കുഴപ്പമില്ല. കൂടെ വേറെ എന്ത് വന്നാലും കുഴപ്പമില്ല. എക്സാമ്പിൾ വേറെ കാണിച്ചു തരാം, കുറേ എക്സാമ്പിൾസ് ഉണ്ട് ഇതിന്റെ. ഓക്കെ, ബിസൈഡ്സ് അഡ്വേർബ, കൂടാതെ. ഷീ ബ്രോട്ട് മീ സം ഫ്ലവേഴ്സ്, കുറച്ച് ഫ്ലവേഴ്സ് കൊണ്ടു തന്നു. കൂടാതെ ഷീ ബോട്ട് മീ സം ഫ്ലവേഴ്സ്. ഇതൊരു സിമ്പിൾ സെന്റൻസാ. എന്താ ഇതിലുള്ളത്? ഇത് അഡ്വേർബാ.
അപ്പോൾ ഓർത്തോണേ, ഒരു അഡ്വേർബ് എക്സ്ട്രാ വന്നു എന്ന് വിചാരിച്ച് സിമ്പിൾ സെനൻസ് അല്ലാതാവുന്നില്ല കേട്ടോ. കോമ വരാം, അഡ്വേർബ് വരാം, ഒരു പ്രശ്നവുമില്ല. അത് സിമ്പിൾ സെനൻസ്. ഒറ്റ ഇൻഡിപെൻഡന്റ് ക്ലോസേ പാടുള്ളൂ, അത്രേ ഉള്ളൂ. ഒറ്റ ഇൻഡിപെൻഡന്റ് ക്ലോസേ വരത്തുള്ളൂ. അവിടെയാണ് നമ്മൾ സിമ്പിൾ സെനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒറ്റ ഇൻഡിപെൻഡന്റ് ക്ലോസേ വരാൻ പാടുള്ളൂ. അതായത് സിംഗിൾ ഫൈനൈറ്റ് വേർബ് വരുന്ന സാധനം, അതാണ് സിംഗിൾ ഇൻഡിപെൻഡന്റ് ക്ലോസ്. നെഗറ്റീവ് ആകും പോസിറ്റീവ് ആകും, അതിലൊരു പ്രശ്നമില്ല. പ്രൊപ്പോസിഷൻസ് കൂടെ വരാം, ഫ്രേസ് കൂടെ വരാം, ജെറണ്ട് കൂടെ വരാം, ഇൻഫിനിറ്റീവ് കൂടെ വരാം, അഡ്വേർബ് വരാം, കോമ വരാം, ഒരു കുഴപ്പമില്ല. ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസേ വരാൻ പാടുള്ളൂ, അത് നിർബന്ധം. അല്ലാതെ വേറൊരു ക്ലോസുകളും വരാൻ പാടില്ല. ക്ലോസ് എന്ന പരിപാടി വേറെ വരാൻ പാടില്ല. Suresh and Ramesh are brothers. ഇത് സിമ്പിൾ സെനൻസ് ആണോ? ഇത് സിമ്പിൾ സെനൻസ് ആണോ? സുരേഷ് ആൻഡ് രമേഷ് ആർ ബ്രദേഴ്സ്. സിമ്പിൾ സെനൻസ് ആണോ? സുരേഷും രമേഷും ബ്രദേഴ്സ് ആണ്. സിമ്പിൾ സെനൻസ് ആണോ? ആണ്. ഒരു ഫൈനൈറ്റ് വേർബല്ലേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രവൃത്തിയെ പറ്റിയാണോ പറഞ്ഞത്? സുരേഷും ഇവനും ഇന്നടുത്ത് പോയി എന്ന് പറയുവാണോ? അല്ല. സുരേഷും രമേഷും ബ്രദേഴ്സ് ആണെന്ന് പറയുമ്പോൾ രണ്ട് വേർഡുകളെ നമ്മൾ കണക്ട് ചെയ്യും, രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്യുന്നില്ല അല്ലേ? രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്താലേ വേറെ സെനൻസ് ആവുള്ളൂ. ഇത് സുരേഷ് ആൻഡ് രമേഷ് ബ്രദേഴ്സ് ഒറ്റ സെനൻസാ, സിമ്പിൾ സെനൻസ്. ഓക്കെ, ഓർത്തോണം. അടുത്ത് കോമ്പൗണ്ട് സെന്റൻസ്. കോമ്പൗണ്ട് സെന്റൻസിന്റെ പ്രത്യേകത എന്താ? അറ്റ്ലീസ്റ്റ് രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസ് എങ്കിലും അതിൻ്റെ കൂടെ വേണം. അറ്റ്ലീസ്റ്റ് രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസ്, അതായത് മിനിമം രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസ് എങ്കിലും വേണം. നോക്കണേ, മിനിമം രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസ് എങ്കിലും വേണം. വേറെ ഒന്നുമില്ല, മിനിമം രണ്ടെണ്ണെങ്കിലും വേണം. അത് രണ്ടിൽ കൂടുതൽ കുഴപ്പമില്ല, മിനിമം രണ്ടെണ്ണം വേണം. അപ്പൊ റിലേറ്റഡ് ഐഡിയ ആയിട്ടുള്ളതിനെ കണക്ട് ചെയ്യണം. അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കണം? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിക്കണം. എന്താ ഉപയോഗിക്കേണ്ടത്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് അതിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓർമ്മയുണ്ടോ? ഫാൻ ബോയ്സ്, FANBOYS. എന്താ ഫാൻ ബോയ്സ്? ഫോർ ആൻഡ് നോർ ബട്ട് ഓർ യെറ്റ് സോ അല്ലെ? ഫോർ ആൻഡ് നോർ ബട്ട് ഓർ യെറ്റ് സോ, ഫാൻ ബോയ്സ്. ഈ ഫാൻ ബോയ്സ് എന്ന് പറഞ്ഞ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് വെച്ചിട്ട് വേണം ഈ പറഞ്ഞ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസുകളെയും കണക്ട് ചെയ്യാൻ. മിനിമം രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസെങ്കിലും വേണം. ഇവയെ കണക്ട് ചെയ്യാൻ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയ ഫാൻ ബോയ്സ് നമുക്ക് യൂസ് ചെയ്യണം. അപ്പൊ ഇവയാണ് നമ്മൾ വിളിക്കുന്നത് കോമ്പൗണ്ട് സെന്റൻസ് എന്ന്. ഓക്കെ, എക്സാമ്പിൾ ഓക്കെ. ഷീസ് എ പൈലറ്റ് ആൻഡ് ഹിസ് എ നേഴ്സ്. രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസ് ഉണ്ട്. അവളൊരു പൈലറ്റ് ആണെന്നും അവനൊരു നേഴ്സ് ആണെന്നും പറയുമ്പോൾ രണ്ട് ക്ലോസാ അല്ലെ? അവളൊരു പൈലറ്റ് ആകുന്നു, അവനൊരു നേഴ്സ് ആകുന്നു. ഓക്കെ. ഐ റിയലി വോണ്ട് ടു ഗോ ഔട്ട് സൈഡ്. എനിക്ക് പുറത്ത് പോകണം ഇപ്പം. ഐ റിയലി വോണ്ട് ടു ഗോ ഔട്ട് സൈഡ്. എനിക്ക് പുറത്ത് പോകണം. ബട്ട്, പക്ഷേ, കോൺട്രഡിക്റ്റഡ് ആയിട്ടൊരു കാര്യമാണ് പക്ഷേ. ബട്ട് ഐ എം നോട്ട് വെൽ. എനിക്ക് അത്ര സുഖമില്ല. ദേ വെന്റ് ദർ ഏർലി. അവർ നേരത്തെ അവിടെ എത്തി. സോ, ആയതിനാൽ. അതിന്റെ റിസൾട്ട് എന്താ സംഭവിച്ചേ? റീസൺ ദേ വെന്റ് ദർ ഏർലി. റിസൾട്ട് എന്താ? ദേ ഗോട്ട് സീറ്റ്സ്. നേരത്തെ പോയതുകൊണ്ട് സീറ്റ് കിട്ടി. അപ്പൊ സോ കഴിഞ്ഞപ്പോൾ റിസൾട്ട് നമ്മൾ കൊടുക്കുക. സോയ്ക്ക് മുമ്പ് റീസൺ, സോ കഴിഞ്ഞിട്ട് റിസൾട്ട്. അപ്പോൾ ഫാൻ ബോയ്സിലെ എസ് സോയ്ക്ക് വേണ്ടിയിട്ടാണ്, ഫാൻ ബോയ്സിലെ ബി ബട്ടിന് വേണ്ടിയിട്ടാണ്, ഫാൻ ബോയ്സിലെ എ ആൻറ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോണം. കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസെങ്കിലും കണക്ട് ചെയ്യണം കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് വെച്ച്. ഫാൻ ബോയ്സ് എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വെച്ച് ഫോർ ആൻഡ് നോർ ബട്ട് ഓർ യെറ്റ് സോ എന്നുള്ള കൺജങ്ഷൻസ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റണം. രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസ് എങ്കിലും മിനിമം വേണം. അതിനാണ് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? കോമ്പൗണ്ട് സെന്റൻസ് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഐഡിയ ക്ലിയർ അല്ലേ എല്ലാവർക്കും?
അപ്പൊ എഴുതിയെല്ലാം കഴിഞ്ഞെങ്കിൽ അടുത്തലോട്ട് പോകും. കോംപ്ലക്സ് സെന്റൻസ് എന്തിനു വേണ്ടാ? കോംപ്ലക്സ് സെന്റൻസ് ആകുമ്പോൾ കുറച്ചുകൂടി വലുതായി. ഇത്ര നേരം നമ്മൾ ഇൻഡിപെൻഡന്റ് ക്ലോസുകളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. കോംപ്ലക്സ് സെന്റൻസ് ആകുമ്പോൾ കുറച്ചുകൂടെ സെന്റൻസിൽ എന്തായി, അഡീഷൻ വേറെ സാധനം വന്നു. ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് വേണം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് ക്ലോസ്. ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ്. ആൻ ഇൻഡിപെൻഡന്റ് ക്ലോസ് പറയുമ്പോൾ ഒറ്റ ഇൻഡിപെൻഡന്റ് ക്ലോസ്. ഒറ്റ ഇൻഡിപെൻഡന്റ് ക്ലോസ് ഇതിന് വേണ്ടത്. പിന്നെയോ ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഡിപെൻഡന്റ് ക്ലോസ്. കൂടാതെ ഒരു ഡിപെൻഡന്റ് ക്ലോസ് എങ്കിലും, മിനിമം ഒരു ഡിപെൻഡന്റ് ക്ലോസ് എങ്കിലും വേണം. ഈ മിനിമം ഒരു ഡിപെൻഡന്റ് ക്ലോസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിനിമം ഒരു ഡിപെൻഡന്റ് ക്ലോസ് ഉണ്ട്, അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും മെയിൻ ക്ലോസുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോംപ്ലക്സ് സെന്റൻസ് കിട്ടുന്നത്. അപ്പൊ ഇവരെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ഏതാ? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ് കേട്ടോ. ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് ക്ലോസിനെ ഡിപെൻഡന്റ് ക്ലോസിനെ ഇൻഡിപെൻഡന്റ് ക്ലോസായിട്ട് കണക്ട് ചെയ്ത് മീനിങ് ഫുൾ ആക്കി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. എക്സാമ്പിൾ ആഫ്റ്റർ, while, although, because, since, as, when, അല്ലെ, where, എല്ലാം എക്സാമ്പിൾസ് ആണ്. whether, okay, since it is serious. I should visit him. നീ സീരിയസ്, അത് സീരിയസ് ആയതുകൊണ്ട് ഞാൻ അവനെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അവിടെ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് എങ്ങനെ കണ്ടുപിടിക്കാം? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉള്ള ഭാഗത്തിലെ സബോർഡിനേറ്റ് ക്ലോസ് പറയും കേട്ടോ. അങ്ങനെ ചോദിക്കാൻ കേട്ടോ, സബോർഡിനേറ്റ് ക്ലോസ് ഏതാന്ന് ചോദിക്കും ഇവിടുത്തെ. അപ്പൊ നോക്കിയേ, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉള്ളവയാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നവനെ നമ്മൾ എന്ത് പറയും? മെയിൻ ക്ലോസ് എന്ന് വിളിക്കും. അപ്പൊ ഇതെന്താ? സബോർഡിനേറ്റ് ക്ലോസ്, SC. മെയിൻ ക്ലോസ് അല്ലെ പ്രിൻസിപ്പൽ ക്ലോസിനെ MC എന്ന് വിളിക്കാം. ഓൾദോ ദേ വർ ദർ, അവരവിടെ ഉണ്ടായിരുന്നെങ്കിലും, ദേ ഡിഡ്ന്റ് ഡു എനിത്തിങ്, അവരൊന്നും ചെയ്തില്ല. ഇവിടെ നോക്കിയേ, ദേ ഡിഡ്ന്റ് ഡു എനിത്തിങ് എന്ന് പറയുന്ന MC ആ, മെയിൻ ക്ലോസാ. അവരൊന്നും ചെയ്തില്ല എന്നുള്ളത് മെയിൻ ക്ലോസ് അവിടെ. ഓൾദോ ദേ വർ ദർ, അവരവിടെ ഉണ്ടായിരുന്നെങ്കിലും എന്ന് പറയുന്ന ഓൾദോ ദേ വർ ദർ അല്ലേ, അതെന്താ നോക്കിക്കേ? സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അടുത്ത, ദ മൂവി വാസ് സോ എക്സൈറ്റിംഗ്, മൂവി ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ആസ് ഐ എക്സ്പെക്റ്റഡ്. ദ മൂവി വാസ് സോ എക്സൈറ്റിംഗ് ആസ് ഐ എക്സ്പെക്റ്റഡ്. ഇവിടുത്തെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് ആസ്, ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ. ഇവിടുത്തെ മെയിൻ ക്ലോസ് ഏതാന്ന് പറയാവോ? ഇവിടുത്തെ മെയിൻ ക്ലോസ് ഏതാന്ന് പറയാവോ? ഇല്ല. സരിക നമ്മൾ പറഞ്ഞു, കോമ്പൗണ്ട് സെന്റൻസിലും സിമ്പിൾ സെന്റൻസിലും ഡിപെൻഡന്റ് ക്ലോസ് ഇല്ല, മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ. ഡിപെൻഡന്റ് ക്ലോസ് വരുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് കോംപ്ലക്സ് സെന്റൻസിൽ മാത്രമാണ്, പിന്നെ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസിലും ലാസ്റ്റത്തെ ടൈപ്പിൽ. അതല്ലാതെ ഡിപെൻഡന്റ് ക്ലോസ് വരില്ല. അപ്പൊ ഇവിടുത്തെ മെയിൻ ക്ലോസ് പറ. ദ മൂവി വാസ് സോ എക്സൈറ്റിംഗ് ആസ് ഐ എക്സ്പെക്റ്റഡ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ മൂവി നല്ല എന്താണ് എക്സൈറ്റിംഗ് ആയിരുന്നു എന്നുള്ളത്. പറ, ഇവിടുത്തെ മെയിൻ ക്ലോസ് ഏതാ? പറയൂ, ചാറ്റിലൊന്നും ഇട്ടേ പിള്ളേരെ.
Yes. Yes. The movie was so exciting. അതാണ്. As I expected എന്നുള്ളത് subordinate clause ആണ്. ഇത് മെയിൻ ക്ലോസ്. ഓക്കെ അല്ലേ? അപ്പൊ കോംപ്ലക്സ് സെന്റൻസ് ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചത് നമുക്ക് ഇവിടെ ഇതുകൊണ്ട് നിർത്താം. അടുത്തത് പഠിക്കാനുള്ള സമയം ഇപ്പൊ ഇല്ല. ഇപ്പൊ ഈ ടൈം ആയതുകൊണ്ട് അടുത്ത പഠിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഓർത്ത് വെക്കാം. ഒരെണ്ണം കൂടി ഉള്ളൂ, ഒരു ടൈപ്പ് സെന്റൻസ് കൂടി ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് സെന്റൻസ് കൺവേർഷനിലോട്ട് പോവാണ്. സെന്റൻസ് കൺവേർഷൻ ഇതിന്റെ ബാക്കിയായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു കണക്ഷൻ കിട്ടാതിരിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയാന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഇതിന്റെ ബാക്കി നോക്കാം. ഇതുവരെയുള്ളത് ഓർത്തിരിക്കുക. നമ്മൾ ആദ്യം പഠിച്ചത് പർപ്പസ് അനുസരിച്ച, അത് വേറെയാ, അല്ലെ യൂസ് അനുസരിച്ച് പഠിച്ചത്. നമ്മൾ നമ്മുടെ അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്, സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇംപെറേറ്റീവ് സെന്റൻസ്, അതുപോലെ ഇന്റർഗേറ്റീവ് സെന്റൻസ് ആൻഡ് എക്സ്ക്ലമേറ്റീവ് സെന്റൻസ്. എന്നാൽ സ്ട്രക്ചർ അനുസരിച്ച് വരുമ്പോൾ വേറെ. ഈ സ്ട്രക്ചർ അനുസരിച്ചുള്ള സെന്റൻസുകളാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രക്ചർ അനുസരിച്ചുള്ള സെന്റൻസ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കൺവേർഷൻ ഒക്കെ ചോദിക്കും. അപ്പൊ ആ ഒരു മേഖലയിലോട്ട് വരുമ്പോഴേക്കും അറിയേണ്ട കാര്യം, നമുക്ക് സിമ്പിൾ സെന്റൻസ് എന്താണെന്ന് അറിയണം. അത് ഇൻഡിപെൻഡന്റ് ക്ലോസ് മാത്രമേ ഉള്ളൂ. കോമ്പൗണ്ട് സെന്റൻസ് നോക്കണം, അതിലും ഇൻഡിപെൻഡന്റ് ക്ലോസ് മാത്രമേ ഉള്ളൂ. കോംപ്ലക്സ് സെന്റൻസ് ഉണ്ട്, അവിടെ നമുക്കൊരു പുതിയ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഡിപെൻഡന്റ് ക്ലോസ്. ഇൻഡിപെൻഡന്റ് ക്ലോസ് വഴി ഡിപെൻഡന്റ് ക്ലോസുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോംപ്ലക്സ് സെന്റൻസ് കിട്ടുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കും. പക്ഷെ കോമ്പൗണ്ട് സെന്റൻസിൽ നമ്മൾ 2 ഇൻഡിപെൻഡന്റ് ക്ലോസുകളെ കണക്ട് ചെയ്യാൻ, മിനിമം 2 ഇൻഡിപെൻഡന്റ് ക്ലോസുകൾ ഉണ്ടാവും. അപ്പോൾ അതിനെ കണക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ദാറ്റ്സ് എ ഡിഫറൻസ്. ഈ ഡിഫറൻസ് ഒന്ന് അറിഞ്ഞിരുന്നു നമ്മൾ. ഐഡിയ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഐഡിയ ക്ലിയർ അല്ലേ? അടുത്ത കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആണ്. കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസിൽ 2ന്റെയും കൂടി കാറ്റഗറി വരും. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റ് നമുക്ക് ഇപ്പൊ പഠിച്ചാൽ കൺഫ്യൂഷൻ എടുപ്പിക്കേണ്ട. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? നമുക്ക് ഇതുപോലത്തെ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കി ക്വസ്റ്റൻസ് കേട്ടോ. ഇത് മൊത്തം കഴിഞ്ഞിട്ട് ക്വസ്റ്റൻസ് ഇടാം, അല്ലാതെ പെട്ടെന്ന് അതിന്റെ ക്വസ്റ്റൻസ് ഇടണ്ടല്ലോ. നിങ്ങൾക്ക് ആകെപ്പാട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റേണ്ടത് സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ്, മെയിൻ ക്ലോസ് ഏതാണ് എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസുകൾ ഏതൊക്കെയാ, ഫ്രേസുകൾ ഏതൊക്കെയാ നമ്മൾ ഓൾറെഡി എന്താന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് ഏതാണെന്നും മെയിൻ ക്ലോസ് ഏതാണെന്നും ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ശരി, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. അടുത്ത വീക്കിൽ കാണാം. ബൈ ബൈ.